ഈ സ്റ്റെയറിന്റെ ഗ്യാപ്പിലാണല്ലേ? ഈ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ ചെയ്തു വന്നത്. നമ്മൾ ആദ്യം ഒരു ഫ്രെയിം, ബേസ് ഫ്രെയിം എല്ലാവരെ സംബന്ധിച്ച് ലിഫ്റ്റ് വെക്കാന്നൊക്കെ ആഗ്രഹമുള്ളതാണ്. വലിയൊരു ചെലവാവോ എന്നുള്ള വിചാരിച്ചിട്ടാണ്. പക്ഷെ അത്ര വലിയ എക്സ്പെൻസ് ഒന്നും, പക്ഷെ നമുക്ക് അഫോർഡബിൾ ആണ്. എന്നാൽ നമുക്ക് ഏറ്റവും നല്ലൊരു ഉപയോഗമാണ്. ഭാവിയിൽ നമ്മുടെ കുട്ടികൾക്കായാലും എല്ലാവർക്കും ഉപയോഗിക്കും. കൂടാതെ ഇതിൽ വീൽ ചെയർ ആക്സസും ഉണ്ട്. പലപ്പോഴും എല്ലാവരും ലിഫ്റ്റ് വേണമെന്ന് പറയുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യം, അവിടെ വീൽ ചെയർ ആക്സസ് പറ്റും. ലിഫ്റ്റ് ചെയ്തു പോരാൻ വേണ്ടി ജസ്റ്റ് 2 വീക്സേ വേണ്ടു. 1 വീക്ക് ഫോർ എറക്ഷൻ, 1 വീക്ക് ഫോർ കമ്മീഷനിങ്. ഇതിന് മെറ്റീരിയൽ വരാൻ വേണ്ടിയിട്ട് ഒരു 10-15 ദിവസം നമുക്ക്. സോ വിത്ത് മെറ്റീരിയൽ, അതിന്റെ കംപ്ലീഷൻ ആൻഡ് ലൈസൻസ്, അങ്ങനെ 30 ഡേയ്സ് മതിയാവും നമുക്ക്. ഒരു 5 lakhs rupees നമുക്ക് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, നമുക്കത് ചെയ്യണമെന്നുള്ള ആഗ്രഹം കൂടെ വേണം. പ്ലസ് 5 lakh rupees ആണെങ്കിൽ. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്ന ആലപ്പുഴയിലെട്ടോ. ആലപ്പുഴയിൽ ഹരിപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അബ്ദുൽ മജീദ് എന്ന് പറഞ്ഞ ആളെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. ഈ വീടിൻ്റെ അകത്തൊരു കിടിലൻ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ചെയ്തിരിക്കുന്നത് നമ്മുടെ എറണാകുളം ബേസ് ആയിട്ടുള്ള കമ്പനി റിലയൻറ്റ് ഗ്രൂപ്പാണ്. അവർ ഒരുപാട് ലിഫ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വീട്ടിൽ ചെയ്ത ലിഫ്റ്റിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പ്രീതി തന്നെ പറഞ്ഞുതരും. നേരെ വീട്ടിൽ കിടക്കാം. പ്രീതി വാ, എന്താണ് ഈ വീട്ടിലെ ലിഫ്റ്റിൻ്റെ പ്രത്യേകതകൾ? ഒത്തിരി ലിഫ്റ്റ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രോജക്റ്റിലേക്ക് സുൽത്താനോട് വരാൻ പറഞ്ഞതും ഇതിനെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞതുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് യൂഷ്വലി നമുക്ക് കിട്ടുന്ന സ്പേസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യുന്നതിന് മുന്നേ ആ ഡ്രോയിങ് ഫേസിലാണ് നമ്മളൊരു പ്രോജക്റ്റ് വരുന്നത്. ഇവിടെ എങ്ങനെയാ വെച്ചാൽ ഓൾറെഡി കൺസ്ട്രക്റ്റഡ് ഹൗസ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഒരു 9-10 വർഷം കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ലിഫ്റ്റ് വേണം എന്നൊരു രീതിയിലേക്ക് പറഞ്ഞപ്പോൾ റഷീദ് സാറ് വഴിയാണ് ഈ പ്രോജക്റ്റിലേക്ക് നമ്മൾ വന്നത്. റഷീദ് സാർ ഇതിന്റെ ആർക്കിടെക്റ്റ് ആണ്. അപ്പോൾ അവിടെ ഒരു പ്രൊവിഷനും കാര്യങ്ങളും നമുക്കിവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ സ്റ്റെയർ കേസിന് അവിടെ നല്ലൊരു പ്രൊവിഷൻ കണ്ടു. നമ്മൾ സ്റ്റീൽ സ്ട്രക്ചർ ഇട്ട് ആദ്യം സ്ട്രക്ചർ ബിൽഡ് ചെയ്തു. അതിനുശേഷമാണ് അതിൽ ഈ പറയുന്നത്. ആദ്യം നമ്മൾ ഈ വീടിന്റെ അകത്ത് ലിഫ്റ്റ് ഇല്ലായിരുന്നു, പ്ലാനും ഇല്ലായിരുന്നു. ഇല്ല, നിങ്ങൾ അതിന്റെ അകത്ത് കൊണ്ടുപോയിട്ട് ഒരു ലിഫ്റ്റ് മദറിന് വേണ്ടിയിട്ടായിരുന്നു പെട്ടെന്ന് ഇങ്ങനെ ഒരു ലിഫ്റ്റ് ചെയ്യണം എന്നുള്ളതിൽ നമ്മൾ അപ്രോച്ച് ചെയ്തിരുന്നത്. അപ്പൊ ആ ഒരു ടൈം ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ നോക്കിയപ്പോൾ ഈ സ്റ്റെയർ കേസിന്റെ അടുക്കാണ് നമ്മൾ ഈ പറഞ്ഞ 150 ഞങ്ങൾക്ക് കിട്ടുന്നത്. ഞങ്ങളിത് സ്റ്റീൽ സ്ട്രക്ചറിൽ ചെയ്ത് ഈ സ്റ്റെയറിന്റെ ഗ്യാപ്പിലാണല്ലേ? ഈ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ ചെയ്തു വന്നത്. ഇത് സ്റ്റീലിൽ സ്പ്രേ പെയിന്റ് ചെയ്തതാണ്. പിന്നെ ആ ഒരു ഗ്ലാസ് ഫിനിഷിംഗിൽ ചെയ്ത് ടഫൻ ഗ്ലാസ് ആണ്. 12 mm തിക്നെസ് വരുന്ന ടഫൻ ഗ്ലാസ് ആണ്. അപ്പൊ അതിലേക്ക് നമ്മുടെ LOP ഒക്കെ നമ്മൾ സ്റ്റിക്ക് ചെയ്ത്. ഇതിന്റെ അകത്ത് എത്ര ആൾക്കാണ് നിൽക്കാൻ പറ്റുന്നത്? നമുക്ക് ഇതിൽ നോക്കുവാണെങ്കിൽ നമുക്കൊരു 4 passenger കപ്പാസിറ്റി ആണ്. ഇത് കൂടാതെ ഇതിൽ വീൽ ചെയർ ആക്സസും ഉണ്ട്. പലപ്പോഴും എല്ലാവരും ലിഫ്റ്റ് വേണമെന്ന് പറയുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യം, അവിടെ വീൽ ചെയർ ആക്സസ് പറ്റുമോ? കാരണം ഇന്ന് വേണ്ടെങ്കിലും നമുക്ക് ഭാവിയിൽ ചിലപ്പോൾ മാർക്കും ആ ഒരു ആവശ്യം വരാം. അപ്പൊ ആ ഒരു ഇത് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ആ ഒരു പ്രൊവിഷൻ കൂടെ എപ്പോഴും ചെയ്യും. നോക്കാം. ലിഫ്റ്റ് നമുക്ക് സാധാരണഗതിയിൽ ഒരു വീട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? ഒരു 5 lakhs rupees നമുക്ക് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, നമുക്കത് ചെയ്യണമെന്നുള്ള ആഗ്രഹം കൂടെ വേണം. പ്ലസ് 5 lakh rupees ആണെങ്കിൽ 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റൂലേ? പിന്നെ ചെയ്യാൻ പറ്റൂ. അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ എന്തെങ്കിലും സ്പേസ് എങ്ങനെ കാണേണ്ടത്? ഇപ്പൊ നമുക്കിപ്പോ ഒരു ഡ്രോയിങ് ഫേസ് ആണെങ്കിൽ നമുക്ക് ആദ്യം തുടങ്ങുന്ന ടൈമാണ് 150 സ്ക്വയർ. മിനിമം ആണെങ്കിൽ 130-140. അതായത് ഈസി ആയിട്ട് ചെയ്യാം. അവരുടെ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ പ്രൊജക്ട് ചെയ്തു പോകാം. ഇവിടെ മജീദ് സാറിന്റെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ ഒന്ന് പരിചയമാണ്. എല്ലാവരോട് വെയിറ്റ് ചെയ്യുന്നത്. ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ് മുതലേ ഞാൻ മജീദ് സാറിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാറിനെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി, കൂടുതലായി അറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇതാണ് നമ്മുടെ മജീദ് സാർ. ഒത്തിരി തിരക്കുള്ള ഒരാളാണെന്ന് എങ്കിലും ഒരു 5 നിമിഷം ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾ ക്ലയൻസിന് സാറിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ വേണ്ടി. ഞാൻ ഒരു പ്രവാസിയാണ്. 45 വർഷമായിട്ട് സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യാണ്. ഇപ്പോൾ ചെറിയ ബിസിനസ്സൊക്കെ ചെയ്ത് ഈ ലെവലിലായി. അപ്പോൾ ഈ വീടിനൊരു ചെറിയ കുറവ് പോലെ എനിക്ക് തോന്നി, ഒരു ലിഫ്റ്റ് ഉണ്ടെങ്കിൽ എൻ്റെ പ്രായമായ മാതാവ് മരിച്ചു, പിതാവുണ്ട്, അദ്ദേഹത്തിനെ ഒന്ന് മുകളിലൊക്കെ കൊണ്ടുപോയി കാണിക്കാനും എടുക്കാനും ഒക്കെ ഒരു സൗകര്യമാകുമല്ലോ എന്നുള്ള ഇത് വെച്ചിട്ടാണ് ഈ ലിഫ്റ്റ് ഇവിടെ വയ്ക്കാൻ തീരുമാനിച്ചതും ചെയ്തത്. സാർ, അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്? തീർച്ചയായിട്ടും വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. നമുക്കതൊരു ഉപയോഗത്തിൽ ആയി എന്ന് വേണം പറയാൻ. അത് വെച്ചതിന് ശേഷം നമുക്കെല്ലാവർക്കും വളരെ യൂസ്ഫുള്ളാണ്. പോകാനും വരാനും എളുപ്പം സാധിക്കും. മുകളിൽ വളരെ നല്ല ഡിസൈനാണ്, നല്ല കംഫർട്ടാണ്, വളരെ നല്ല ഐശ്വര്യമായിട്ടുള്ള ഒരു വീടായിട്ട് എനിക്ക് ഈ ലിഫ്റ്റ് വെച്ചതിന്. കുറേ വർഷങ്ങളായിട്ട് സൗദിയിലുണ്ടല്ലേ? 45 വർഷമായിട്ടുണ്ടല്ലേ? ഞാൻ കുറച്ച് കാലം UAE ഉണ്ടായിരുന്നു. പിന്നെ എന്താ സൗദിയിൽ ബിസിനസ് ആയിട്ട് പോകുന്നത്? ആദ്യം ജോലിയായിരുന്നു. എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ. അപ്പം ബിസിനസ് ആയി പോകുന്നത്. എന്തായിരുന്നു നമുക്കിപ്പോൾ ഈ ലിഫ്റ്റ് വെച്ചിട്ട് എന്താണ് സാറിൻ്റെ അഭിപ്രായം? നല്ല എക്സ്പീരിയൻസ് ആണ്, വളരെ നല്ല യൂസ്ഫുൾ ആണ്. നമുക്ക് ഫാദറൊക്കെ വളരെ പ്രായമുള്ള ആളുകൾക്ക്
അപ്പോൾ അദ്ദേഹത്തിനെയൊക്കെ ഒന്ന് നമുക്ക് മോളിൽ കൊണ്ടുപോയി കാണിക്കാനൊക്കെ അത് വലിയൊരു കാര്യമാണ്. എല്ലാവരെ സംബന്ധിച്ച് ലിഫ്റ്റ് വെക്കാന്നൊക്കെ ആഗ്രഹമുള്ളതാണ്. വലിയൊരു ചിലവാവോ എന്നുള്ള വിചാരിച്ചിട്ടാണ്. പക്ഷെ അത്ര വലിയ എക്സ്പെൻസ് ഒന്നും അല്ല. പക്ഷെ നമുക്ക് അഫോർഡബിൾ ആണ്. എന്നാൽ നമുക്ക് ഏറ്റവും നല്ലൊരു ഉപയോഗമാണ്. ഇപ്പോൾ ഭാവിയിൽ നമ്മുടെ കുട്ടികൾക്കായാലും എല്ലാവർക്കും ഉപയോഗിക്കാം. അപ്പോൾ സാറ് ഇത് വെച്ചോണ്ട് ഭയങ്കര ഹാപ്പി ആണല്ലോ അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഒന്നാമത്തെ നമ്മുടെ മാതാപിതാക്കളൊന്ന് കയറ്റി മേലെ അതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം. ഓക്കെ, ഏതായാലും ഈ റിലയൻസ് കമ്പനി തീർച്ചയായിട്ടും വളരെ നല്ല യൂസ്ഫുള്ളായി അവരെ പരിചയപ്പെട്ടതും ബന്ധപ്പെട്ടതും ഇങ്ങനൊരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. റിലയൻസ് നമുക്ക് വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് തന്നിരിക്കുന്നല്ലേ. അപ്പോൾ ശരി സാർ. ഓക്കെ, താങ്ക് യു. പേരെന്തായിരുന്നു? ഷമീർ അല്ലേ? എന്താ ചെയ്യുന്നത്? ബിസിനസ് അല്ലേ? എന്താണ് ലിഫ്റ്റിനെ പറ്റി എന്താണ് അഭിപ്രായം? ഇപ്പോഴത്തെ ആ ഒരു ഇതനുസരിച്ച് സൗകര്യപ്രദം തന്നെയാണ്. മൾട്ടി സ്റ്റോർ ബിൽഡിംഗ് കെട്ടിടങ്ങളല്ലേ എല്ലാവരും. അപ്പം ഇത്രയും പൈസ ചെലവാക്കിയിട്ട് ഒരു ലിഫ്റ്റും കൂടി അതിൽ കൂടെ വെക്കുകയാണെന്നാണ് അത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടും അല്ലേ? വീട് വെക്കുന്ന സമയത്ത് എല്ലാവരും എക്സ്റ്റീരിയറിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പൈസ ചെലവാക്കാം. ഓക്കെ, അതിന്റെ കൂട്ടത്തിൽ ഒരു ലിഫ്റ്റും കൂടി ചെയ്യാന്നുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും അല്ലേ? അങ്ങനെ ഒരു ആഡംബരം എന്നുള്ള പറയാനില്ല, ഇത് ആഡംബരം എന്നുള്ളതല്ല, ഇത് അത്യാവശ്യമായി മാറിയിട്ടുണ്ട്. കാരണം എല്ലാവർക്കും ഒരു 30 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ മുട്ടുവേദന ഉള്ള കാലത്താണ് നമ്മൾ ഉപകാരമുണ്ട്, നല്ല ഉപകാരമുണ്ട്. ഉമ്മനോട് ചോദിച്ചു നോക്കാം, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്താണ് ഒരു ചെറിയൊരു അഭിപ്രായം, കൂടുതൽ അഭിപ്രായങ്ങൾ? ലിഫ്റ്റ് കൊണ്ട് ഉള്ളതുകൊണ്ട് മേലോട്ട് കയറാൻ എളുപ്പമുണ്ട്. എല്ലാന്നുണ്ട് താഴെ തന്നെ തിരിഞ്ഞു കളിക്കായിരുന്നു. ഓക്കെ. ഇപ്പൊ അതുകൊണ്ട് വലിയൊരു ഉപകാരമാണ് അല്ലേ? ഓക്കെ സാർ, അപ്പം പരിചയപ്പെടാൻ പറ്റിയതിലും ഇത്ര നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെ തന്നതിനും ഒത്തിരി താങ്ക്സ് റിലയൻസിൻ്റെ സൈഡ്. താങ്ക് യു. പ്രീതി, ലിഫ്റ്റ് കണ്ടു, വീട്ടുകാരെ പരിചയപ്പെട്ടു, എല്ലാം കണ്ടു, എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഞാൻ ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. ലിഫ്റ്റ് ചെയ്യാൻ എത്ര ടൈം എടുക്കും? നമുക്ക് ലിഫ്റ്റ് ചെയ്തു പോരാൻ വേണ്ടി ജസ്റ്റ് 2 വീക്സേ വേണ്ടു. 1 വീക്ക് ഫോർ എറക്ഷൻ, 1 വീക്ക് ഫോർ കമ്മീഷനിങ്. ഇതിന് മുന്നേ മെറ്റീരിയൽ വരാൻ വേണ്ടിയിട്ട് ഒരു 10-15 ദിവസം നമുക്ക് തരും. സോ വിത്ത് മെറ്റീരിയൽ, അതിന്റെ കംപ്ലീഷൻ ആൻഡ് ലൈസൻസ് അങ്ങനെ 30 ഡേയ്സ് മതിയാവും നമുക്ക്. നമ്മളെ വീഡിയോ കാണുന്ന ആളുകളോട് എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു വീട് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ ലിഫ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ലിഫ്റ്റ് എന്ന് പറയുന്ന ഒരു നെസസിറ്റി ആയിട്ട് മാറുവാണ്. കാരണം മേ ബി നമുക്ക് ഓൾഡ് ഏജ്ഡ് ആയിട്ടുള്ള അമ്മയുണ്ടാവും, അച്ഛനുണ്ടാവും വീട്ടിൽ. പിന്നെ 30 വയസ്സ് 40 വയസ്സൊക്കെ കഴിഞ്ഞ ശേഷം ഇതുപോലെ മുട്ടുവേദന, ഒരു പ്രഗ്നൻറ്റ് വുമൺ ആകുമ്പം അവർക്ക് സ്റ്റെയർ കേസ് ക്ലൈംബ് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു കേസ് വരുമ്പോഴത്തേന് വലിയൊരു തുകയാവത്തില്ലേ എന്ന് കരുതി ഇങ്ങനൊരു ആശയം മാറ്റിവെച്ച ഒത്തിരി വീടുകളുണ്ടാവും. പക്ഷെ അവരോടൊക്കെ പറയാനുള്ളത്, ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമുക്ക് നന്നായിട്ട് ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് പോലെ റിലയൻസ് ചെയ്തിടാൻ വേണ്ടി പറ്റും. അപ്പം ഏതൊരു ടൈം നമ്മളെ കോൺടാക്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും വേണ്ട. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് 24/7 സർവീസ് ആണ്. സോ എന്ത് ആവശ്യമുണ്ടെങ്കിലും ജസ്റ്റ് ധൈര്യമായിട്ട് കോൾ ചെയ്യും. 5 ലക്ഷം രൂപ മുതൽ ഇവർക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും, പല കളറിലും പല ഡിസൈനിലും അല്ലേ? അതെ, ഏത് വീടിൻ്റെ അകത്ത് ഇവർക്ക് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ വീടിൻ്റെ അകത്ത് മുമ്പേ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അല്ലേ ചെയ്യാൻ പറ്റും. തീർച്ചയായും. അപ്പോൾ ഇത്ര കാണാനുള്ള അല്ലേ? അതെ. അപ്പോൾ താങ്ക് യു.